കൃപാരുണ്യവനായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മണമകനായി ഞങ്ങൾ ധരിക്കുവാൻ പോകുന്ന ഈ കിരീടത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാവരും മൂന്ന് പേർ കൂടി വെച്ചു. അല്ല, മുന്നിൽ നിൽക്കണം. മുന്നിൽ നിൽക്കണം. ഇത് ചെയ്യുന്ന സമയത്ത് സുരേഷ് ചേട്ടന് എനിക്ക് തോന്നുന്നു ഒരു 20 ദിവസമോ മറ്റോ ആയിട്ടുള്ളൂ. അദ്ദേഹം ഇത് പള്ളിയിൽ വന്ന് എന്തോ തൊഴാൻ വന്നപ്പോൾ മറ്റോ അദ്ദേഹം ഇത് കണ്ടു. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു കിരീടം വേണം, ചെയ്യാവാന്ന് ചോദിച്ചു. അപ്പം അത് സ്വർണ്ണ കിരീടമായിരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ഞാൻ അങ്ങോട്ടൊരു സജഷൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനകത്തൊന്നും നോക്കണ്ട, നല്ലൊരു തങ്ക കിരീടം മാതാവിന് സമർപ്പിക്കാൻ പറ്റണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹം നമ്മൾ ചെയ്തു കൊടുത്ത് പൂർണ്ണ മനസ്സോടെ വിൽക്കുമായിരുന്നു. അതിന്റെ അളവോ കാര്യങ്ങളോ ഒന്നും നോക്കരുത്, ഏറ്റവും ഭംഗിയായ ഒരു കിരീടം എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, അദ്ദേഹം എനിക്കിത് ചെയ്യാനായിട്ട് കുറച്ച് സ്വർണം തന്നിരുന്നു. ഞാനത് തൂക്കി നോക്കിയില്ല. ഇതിനുപയോഗിച്ച സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ ഞാൻ തിരിച്ചു. കാരണം ഇതിന്റെ ഒരു തൂക്കം അറിയണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പം അത് എന്നെ ഏൽപ്പിച്ചതിന്റെ ബാക്കി ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു. ജനങ്ങൾ ഇങ്ങനെ സ്വർണ്ണമല്ല, ചെമ്പാണ്, ചെമ്പിൽ പൂശിയതാണ് എന്നെല്ലാം പറയുന്നു. അപ്പോൾ അത് കൃത്യമായൊരു റിപ്ലൈ അച്ഛൻ എനിക്ക് ഈ കമ്മിറ്റിയിൽ തരണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു. അപ്പോൾ പിന്നിൽ നിന്ന് 1-2 പേര് ശരിയാണ് ടീച്ചർ ചോദിച്ചതിന് ഉത്തരം കൊടുക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നെങ്കിലും അച്ഛൻ കുറച്ചു നേരം ആലോചിച്ച ശേഷം പറഞ്ഞു, ടീച്ചറെ ഇതോടുകൂടി ഇത് അവസാനിക്കുമോ ചോദിച്ചു. ഇതോടുകൂടി അവസാനിക്കാമെങ്കിൽ കൃത്യമായ ഉത്തരം കിട്ടണം, ഇല്ലെങ്കിൽ വീണ്ടും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ഒരുപാട് സമ്മാനങ്ങൾ നമുക്ക് നമ്മുടെ ലൂർദ് മാതാവ് എന്ന് വെച്ചാൽ ലൂർദ് പള്ളി എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പള്ളിയാണ്. അവിടെ എന്ത് സംഭവിച്ചാലും ജനങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ വളരെയധികം മാധ്യമങ്ങളും മറ്റും വന്ന് നമ്മുടെ സുരേഷ് ഗോപി നമ്മുടെ തിരുനാളുടെ അന്ന് ലൂർദ് മാതാവിന് ഒരു കിരീടം സമർപ്പിച്ചപ്പോൾ വലിയൊരു പബ്ലിസിറ്റി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതൊരാഗ്രഹമുണ്ട്, ഇതിൽ എത്ര പവനുണ്ട്, ഇതാണ് ജനങ്ങളുടെ ചോദ്യം മുഴുവനുമായിരുന്നത്. സാധാരണ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണല്ലോ അത് അക്സെപ്റ്റ് ചെയ്യുക. അച്ഛൻ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷമുള്ള കാര്യം ജനങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയായിരുന്നു. നല്ലൊരു ഗിഫ്റ്റ് ആണെങ്കിൽ അച്ഛൻ അത് പ്രസന്റ് ചെയ്യേണ്ടതാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കണേ എന്നുള്ളത് വീണ്ടും പറഞ്ഞിരുന്നു. അച്ഛൻ അറിയിക്കാന്നേ പറഞ്ഞുള്ളൂ. അച്ഛൻ അതിനെ കൃത്യമായ ഒരു റിപ്ലൈ അച്ഛൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞത് നമ്മളത് അറിയിക്കാം, നിങ്ങളെ അത് എന്തായാലും ഈ ഒരു തീരുമാനം എടുത്ത ശേഷം നിങ്ങളെ അറിയിക്കാന്നാണ് പറഞ്ഞത്. തൃശൂരിലെ ലോക്സഭാ മണ്ഡലം BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ സ്വർണ്ണ കിരീടം മാതാവിന് നൽകിയത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ ഈ മാതാവിന് സമർപ്പിച്ച കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് അറിയണമെന്ന ഒരു ആവശ്യം ഉയരുകയാണ്. തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ ലീല വർഗീസാണ് ഈ ആവശ്യം ഉയർത്തിയത്. ലീല വർഗീസിന്റെ വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. അതായത് ലൂർദ് ഇടവക പ്രതിനിധി യോഗത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ നൽകിയത് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണെന്ന് വലിയ ആക്ഷേപം ഉയർന്നതോടെയാണ് കോൺഗ്രസ് കൗൺസിലറും രംഗത്തെത്തിയത്. മകളുടെ വിവാഹത്തിന് മുന്നോടിയായിട്ടാണ് സുരേഷ് ഗോപി ലൂർദ് മാതാ ദേവാലയത്തിൽ കിരീടം സമർപ്പിച്ചിരുന്നത്. ഇതിനെതിരെ തൃശൂർ MP TN പ്രതാപൻ അടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു. മണിപ്പൂരിൽ പള്ളി തകർത്തതിന്റെ പരിഹാരമായാണ് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് എന്നായിരുന്നു അന്ന് TN പ്രതാപൻ വിമർശനം ഉന്നയിച്ചത്. അത് മാത്രമല്ല, പാപക്കറ കഴുകിക്കളയാൻ സ്വർണ്ണ കിരീടം കൊണ്ടാവില്ലെന്നും തൃശൂരിൽ BJP ചെലവഴിക്കാൻ പോകുന്നത് 100 കോടി രൂപയാണെന്നും പ്രതാപൻ അന്ന് വലിയ ആരോപണം ഉയർത്തിയിരുന്നു. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ച ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. സുരേഷ് ഗോപി നൽകിയത് ചെമ്പാണോ, ആ കിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഷംന അശോക് വിശദീകരിക്കും. ജനുവരി 15-നാണ് സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിലെ ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ ഒരു സന്ദർശനം നടത്തിയത്. അന്ന് അവിടെ തിരുനാൾ നടക്കുകയായിരുന്നു. സുരേഷ് ഗോപി സന്ദർശനം നടത്തുക മാത്രമല്ല ചെയ്തത്, അവിടുത്തെ മാതാവിന് ഒരു സ്വർണ്ണ കിരീടം സമ്മാനിക്കുകയും ചെയ്തിരുന്നു.
തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുരേഷ് ഗോപിയുടെയും കുടുംബത്തിന്റെയും സന്ദർശനം അന്ന് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ ഇന്ന് ആ ചർച്ചകൾ മാറിക്കൊണ്ട് അതൊരു വിവാദത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരിച്ച ചില കാര്യങ്ങളാണ് അത് വിവാദമാക്കിയിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയയിൽ പ്രധാനമായും ചർച്ചകൾ വന്നിട്ടുണ്ടായിരുന്നത് സുരേഷ് ഗോപി സമ്മാനിച്ച സ്വർണ്ണ കിരീടം തന്നെയാണോ എന്നുള്ളതാണ്. ചിലർ അത് ചെമ്പിൽ സ്വർണം പൂശിയതാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ ചേർന്ന ഇടവക കമ്മിറ്റിയിൽ ഒരു വിഭാഗം ആളുകൾ ഇക്കാര്യത്തിൽ പരിശോധന നടത്തണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. ആദ്യഘട്ടത്തിൽ അത് തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് അതിലൊരു പരിശോധന വേണമെന്ന പള്ളി കമ്മിറ്റിയും തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു 5 അംഗ സമിതിയെ ഇതിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ വേണ്ടി പള്ളി കമ്മിറ്റി, ഇടവക കമ്മിറ്റി എല്ലാം കൂടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ വികാരി ഉൾപ്പെടുന്നുണ്ട്, കൈക്കാരുണ്ട്, ട്രസ്റ്റിയുണ്ട്. ഇങ്ങനെ 5 അംഗ സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഇവർ ഇതിന്റെ ശാസ്ത്രീയമായ പരിശോധന നടത്തും. ആ പരിശോധന നടത്തി ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ചെമ്പിൽ സ്വർണം പൂശുകയാണ് ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം ശരിവെക്കുകയാണെങ്കിൽ അക്കാര്യം കൃത്യമായി തന്നെ ഇടവകക്കാരെ അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ വലിയ വിവാദമായി ഇത് മാറ്റേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരമൊരു സമിതിയെ തീരുമാനിച്ചുകൊണ്ട് അത് പരിശോധിക്കാനായി പള്ളി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. 500 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ കിരീടമാണ് മാതാവിന് സുരേഷ് ഗോപി സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് പലതരത്തിലുള്ള ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ആ സന്ദർശനം ഒരു രാഷ്ട്രീയ സന്ദർശനം തന്നെയായാണ് പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിപ്പോൾ ഒരു വിവാദമായ കൂടി പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിയുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ ആ സ്വർണ്ണ കിരീടം ഉണ്ടാക്കിയ ശില്പി മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു ഗ്രാം അല്ലെങ്കിൽ ഇത്ര ഗ്രാം എന്ന് പറയുന്ന രീതിയിൽ സ്വർണം സുരേഷ് ഗോപി ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ താനാണ് പണി കഴിച്ച് അത് പള്ളിക്ക് സുരേഷ് ഗോപിക്ക് തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അക്കാര്യത്തിൽ എത്ര ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ആരും തന്നെ വ്യക്തത വരുത്തിയിട്ടില്ല. അത് പള്ളി കമ്മിറ്റി ശാസ്ത്രീയമായി പരിശോധിച്ചതിന് ശേഷം അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപിയും അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള ട്രോളുകൾ ഇത് സംബന്ധിച്ച് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്ക് പള്ളി കമ്മിറ്റി മുതിരുന്നത്. എത്രയും വേഗത്തിൽ ആ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ഇടവക കമ്മിറ്റിക്കാരുടെ ഭാഗത്ത് നിന്ന് കൂടി ഉണ്ടാകുന്നത്. ശബ്ദ അശോക് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. എന്താണെങ്കിലും പരിശോധന നടക്കട്ടെ, കാത്തിരുന്ന് കാണാം.